ഏവർക്കും പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ജാനുവരി 22 മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും അതിന്റെ തയ്യാറെടുപ്പിൽ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവാറും സ്കൂളുകളിൽ ഇപ്പോൾ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന സമയമായിരിക്കും. തീർച്ചയായും മാത്തമെറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനാണ് ഈ വീഡിയോ. തീർച്ചയായും ഓൾറെഡി മാത്തമെറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് ആയാലും ഓരോ ലാബിന്റെ എല്ലാ ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകളുടെ എല്ലാം പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണ്ട് പഠിക്കാവുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോയിൽ വൈവ ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ 40 മാർക്കിൽ 32 മാർക്ക് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്ത് നേടുന്നു. 4 മാർക്ക് ഒബ്സർവേഷൻ ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നേടുന്നു. മറ്റൊരു 4 മാർക്ക് വൈവ ക്വസ്റ്റ്യനിൽ കൂടെയാണ് ലഭ്യമാകുന്നത്. അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യാനുള്ള ലാബുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്റ്റേണൽ എക്സാമിനർ നിങ്ങളോട് വന്ന് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് വൈവ ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ ലാബ് എല്ലാം ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം പേപ്പർ നിങ്ങൾ റിട്ടേൺ ചെയ്യാൻ പോകുമ്പോൾ എക്സ്റ്റേണൽ എക്സാമിന് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതാണ് വൈവ ക്വസ്റ്റ്യൻസ്. കൃത്യമായി നിങ്ങൾക്ക് ആൻസർ പറയാൻ സാധിച്ചാൽ ആ 4 മാർക്കും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ എക്സ്റ്റേണൽ എക്സാമിനർ ചോദിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ ചെയ്ത ലാബുകളൊക്കെ കാര്യം മനസ്സിലാക്കിയാണോ നിങ്ങൾ ചെയ്തത് എന്ന് ഒന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് എക്സ്റ്റേണൽ എക്സാമിനർ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതാണ് വൈവ ക്വസ്റ്റ്യൻസ്. അല്ലാതെ നിങ്ങൾ പേടിക്കുന്നത് പോലെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിക്കത്തില്ല. ജിയോജിബ്രയുടെ സാങ്കേതികപരമായ വിഷയങ്ങളൊന്നും തന്നെ വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തില്ല. ടെക്നിക്കൽ അറിവുണ്ടോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത ലാബിലെ മാത്തമെറ്റിക്സ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യാണ് വൈവ ക്വസ്റ്റ്യന്റെ ഉദ്ദേശം. ഓൾറെഡി ലാബ് 1, ലാബ് 2, ലാബ് 4, ലാബ് 18 ഫംഗ്ഷൻസ്, ലാബ് 32 ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണുക. അവിടെ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ലാബുകളൊക്കെ പറയും എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയും. പുതിയ ലാബുകൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഓരോ ലാബിൽ നിന്നും എക്സ്റ്റേണൽ എക്സാമിനർ ചോദിക്കാൻ സാധ്യതയുള്ള ഇത് തന്നെ ചോദിക്കുമെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറിന് ആ സമയത്ത് എന്ത് ചോദിക്കണമെന്ന് തോന്നുന്നോ അതാണ് വൈവ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. സോ ലാബ് 1 വാല്യൂ ഓഫ് ഫംഗ്ഷൻസ്. നിങ്ങൾക്കറിയാം, ഒരു ഫംഗ്ഷന്റെ വാല്യൂ കാണുന്ന മെത്തേഡാണ് ആ ലാബിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ √25.3 ഈ വാല്യൂ നമുക്ക് കാണണമെങ്കിൽ ഇൻപുട്ട് ബോക്സിൽ എന്ത് ഫംഗ്ഷൻ കൊടുക്കണം? √25.3 കാണണമെങ്കിൽ ഇൻപുട്ട് ബോക്സിൽ എന്ത് ഫംഗ്ഷൻ കൊടുക്കണം? നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ലാബ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണമെന്ന് കൃത്യമായി അറിയാം. ഇൻപുട്ട് ബോക്സിൽ എന്ത് കൊടുക്കണം? റൂട്ട് ഓഫ് എ ഫംഗ്ഷൻ അല്ലേ? അപ്പൊ √x എന്ന് കൊടുക്കണം. SQRTX എന്ന് കൊടുക്കണമെന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി, പരിപാടി കഴിഞ്ഞു. ശരിയല്ലേ? അതുപോലെ നിങ്ങൾക്ക് sin 3.5ന്റെ വാല്യൂ കാണണം. ഇൻപുട്ട് ബോക്സിൽ എന്ത് കൊടുക്കും? ഇൻപുട്ട് ബോക്സിൽ sin x എന്ന് കൊടുക്കും. സ്ലൈഡർ വാല്യൂ അവിടെ എന്ത് കൊടുക്കും? sin 3.5 ആണെങ്കിൽ സ്ലൈഡർ വാല്യൂ 3.5. നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് ഒന്ന് ഉറപ്പിക്കുകയാണ് എക്സ്റ്റേണൽ എക്സാമിനറിന്റെ ലക്ഷ്യം. ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ലാബുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ചിലപ്പോൾ പറയും √x എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സിന് -3 കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ കോർഡിനേറ്റ്സിന് എന്ത് സംഭവിക്കും? ബി എന്ന് പറയുന്ന പോയിന്റിന് ചോദിക്കും. അപ്പോൾ അൺഡിഫൈൻഡ് എന്ന് കാണിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാം, റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഈസ് നോട്ട് റിയൽ അല്ലെ? റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ അത് റിയൽ അല്ല. അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് എന്ന് കാണിക്കുന്നത്. ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 1/7ന്റെ വാല്യൂ കാണണം. ഇൻപുട്ട് ബോക്സിൽ എന്ത് ഫംഗ്ഷൻ കൊടുക്കും? 1/x. സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കും? 7. ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ലാബ് 1ൽ നിന്ന് ചോദിക്കാൻ സാധ്യത. നെക്സ്റ്റ് ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ചെയ്ത ലാബുമായി ബന്ധപ്പെട്ടായിരിക്കും. ആ സമയത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ആൻസർ പറയാനും സാധിക്കും. x⁻10 ഈ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? x⁻ഈവൻ പവേഴ്സ് ആണെങ്കിൽ അതെല്ലാം യു ഷേപ്പ് ആയിരിക്കും. യു ഷേപ്പ് ഇങ്ങനെ താഴെ അല്ലെ, ബോട്ടം എന്ന് പറയുന്നത് ഒന്ന് പരന്ന് വരാം പവേഴ്സ് കൂടുന്തോറും. x⁻100 ആണെങ്കിലും ഈ യു ഷേപ്പ് തന്നെ ആയിരിക്കും.
ഇനി എക്സ് റൈസ് ടു ഓഡ് പവേഴ്സ് വന്നാൽ ഷേപ്പ് എന്തായിരിക്കും? എക്സ് ക്യൂബിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാലോ, ആ വള്ളി പോകുന്നത് പോലെ അത്തരത്തിലുള്ള ഷേപ്പുകളായിരിക്കും. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ഫംഗ്ഷൻ എക്സ് റൈസ് ടു ഈവൻ പവേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ, അതായത് എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4, എക്സ് റൈസ് ടു 6, ഇത്തരം ഫംഗ്ഷന്റെ ഒക്കെ ഡൊമൈൻ എന്താകാം? ഈ യു ഷേപ്പുള്ള ഫംഗ്ഷന്റെ എല്ലാം ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ക്യാപിറ്റൽ ആ. അത് വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി ഈ വള്ളി പോലെ സ്ക്രീനിന്റെ മേളറ്റം ഒരു താഴെയറ്റം ഒരു വള്ളി ഇങ്ങനെ വളഞ്ഞു തൂങ്ങി കിടക്കുകയാണെങ്കിൽ അതാണ് എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 5, എക്സ് റൈസ് ടു 7, അതിന്റെയൊക്കെ ഗ്രാഫ്. ഇതിന്റെ എല്ലാം ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ തന്നെയാണ്. റേഞ്ചും ക്യാപിറ്റൽ ആർ ആണ്. എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 5, എക്സ് റൈസ് 7 ഇത്തരം ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡൊമൈനും റേഞ്ചും എന്താണ്? ക്യാപിറ്റൽ ആർ. അപ്പൊ ഡൊമൈനും റേഞ്ചും ക്യാപിറ്റൽ ആർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 5 ഇഷ്ടംപോലെ എക്സാമ്പിൾ പറയാം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് റിയൽ നമ്പർ റേഞ്ച് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ അതെന്താണ്? മോഡുലസ് ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ എന്താണ്? എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4 ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് റേഞ്ച് ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് ആണ്. ഈ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഈവൻ ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി ഈവൻ ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു പ്ലസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ സാധിച്ചാൽ ആ ഫംഗ്ഷൻ എന്താണ്? ഓഡ് ഫംഗ്ഷൻ. എന്താണ് ഈവൻ ഫംഗ്ഷൻ? എന്താണ് ഓഡ് ഫംഗ്ഷൻ? അറിഞ്ഞിരിക്കണം. ഈവൻ ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ പറയാമോ? എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4, കോസ് എക്സ് എക്സെട്ര, മോഡ് എക്സ് എക്സെട്ര. ഓഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാമോ? എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 5, സൈൻ എക്സ്, ടാൻ എക്സ് എക്സെട്ര. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് അറിവ് പകർന്നു തരുന്നു എന്ന് മാത്രം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. നെക്സ്റ്റ് ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച്. നേരത്തെ ലാബ് 2 ചോദിച്ച ഡൊമൈനും റേഞ്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എന്താണ് ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ? എന്താണ് റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ? അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് വലിയ അതിനപ്പുറത്ത് ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ സീൽ ഫംഗ്ഷൻ എന്താണ്? ഫ്ലോർ ഫംഗ്ഷൻ എന്താണ്? ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് ലാബ് 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അല്ലെ, എന്താണ് യൂണിറ്റ് സർക്കിൾ? റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ ആണ് യൂണിറ്റ് സർക്കിൾ. ചോദിക്കാം, അതിന്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ ഒരു യൂണിറ്റ് സർക്കിൾ എടുത്താൽ അതിലൊരു ജനറൽ പോയിന്റ് പി എടുത്താൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തിന്റെ വാല്യൂ നൽകുന്നു? കോസിന്റെ വാല്യൂ നൽകുന്നു. വൈ കോർഡിനേറ്റ് എന്തിന്റെ വാല്യൂ നൽകുന്നു? സൈനിന്റെ വാല്യൂ നൽകുന്നു. ശരിയല്ലേ? അവിടെ ഉണ്ടാകുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് എന്താണ്? സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റ് യൂസ് ചെയ്ത് ടാൻ തീറ്റയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ ടാൻ തീറ്റ കാണുന്നത് എങ്ങനെയായിരിക്കും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ഓഫ് പി, വൈ കോർഡിനേറ്റ് ഓഫ് പി ബൈ എക്സ് കോർഡിനേറ്റ് ഓഫ് പി കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റയുടെ വാല്യൂ കിട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലാബിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട സിമ്പിൾ കാര്യങ്ങൾ അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെഫിനിഷൻ ഓഫ് ടാൻ തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കോട്ട് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കൽ? ടാൻ ഫംഗ്ഷന്റെ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ലാബ് 4നെ ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് സർക്കിൾ ആൻഡ് പരാബോള. ലാബ് 10 ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സെന്റർ ഒറിജിൻ ആയിട്ടുള്ള, റേഡിയസ് ആർ ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ വേണ്ട, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എങ്കിൽ അതിന്റെ സെന്റർ എന്താണ്? എച്ച് കോമ കെ. റൈറ്റ് ഹാൻഡ് സൈഡ് ആർ സ്ക്വയർ. അപ്പൊ റേഡിയസ് കാണാൻ ആ നമ്പറിന്റെ റൂട്ട് എടുത്താൽ മതി. ഇത്തരത്തിൽ സർക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാം. പരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. ഈ പരാബോളയുടെ ഫോക്കസ് എന്താണ്? a, 0. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്? 4a. അതൊക്കെ ലാബ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ പരാബോളയുടെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. റാ ഷേപ്പ് അല്ലേ? ആ പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? യു ആണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. റാ ഷേപ്പ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ലാബുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. നെക്സ്റ്റ് എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. ഒത്തിരി സ്കൂളുകളിൽ അത് പഠിപ്പിച്ചിരിക്കാൻ സാധ്യതയില്ല. എങ്കിലും അവിടെയും എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ആ എലിപ്സിന്റെ ഫോക്കൈ എന്താണ്? പ്ലസ് ഓർ മൈനസ് c, 0. അവിടെ c എന്താണ്? റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ കോഡ്. അത് പരാബോളയ്ക്കും ചോദിക്കാം കേട്ടോ. ലാറ്റസ് റെക്ടം കാണുന്ന ഫോർമുല എന്താണ്? എലിപ്സിന്റെ 2b² ബൈ a.
അതുപോലെ ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x² - y² b² = 1 4k ഇത് തന്നെ +or-c, 0 ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് 2a. തിയറി ക്ലാസ്സിൽ പഠിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കാം. അതൊക്കെയാണ് ആ ലാബുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത. +1 സിലബസിനെ ബേസ് ചെയ്ത് വേറെയും ഒത്തിരി ലാബുകളുണ്ട്. ലിമിറ്റ്സ് ആണ് ചില സ്കൂളുകളിൽ പഠിപ്പിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല എങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അറിവാണ്. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് ഇയർ സിലബസുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ്. ആ ലാബിൽ എന്താണ് 1 ഫംഗ്ഷൻ? എവരി എലമെന്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജസ് ദെൻ ദ ഫംഗ്ഷൻ ഈസ് 1. എന്താണ് on2 ഫംഗ്ഷൻ? കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ അതെന്താണ് on2 ഫംഗ്ഷൻ. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 and on2 ഈസ് കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇതൊക്കെ ചോദിക്കാം. എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 and on2 ക്യാൻ യു ഗീവ് ആൻ എക്സാമ്പിൾ? ഒരു എക്സാമ്പിൾ നൽകാമോ? ഒരു ഫംഗ്ഷൻ 1 on2 എക്സാമ്പിൾ നൽകാമോ? 1 on2 റിയൽ നമ്പർ ടു റിയൽ നമ്പർ. x³ അത് 1 on2 1 on2 അല്ല. എക്സാമ്പിൾ പറയാമോ? ചിന്തിക്കൂ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ലാബ് 18 നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ലാബ് 19 എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൈജക്റ്റീവ്. അതായത് ആ ഫംഗ്ഷൻ 1 on2 ആയിരിക്കണം. അത് ചോദിക്കാം. ഇനി x³ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് x raised to 1/3 ആൻഡ് വൈസ് വേഴ്സ x raised to 1/3 അതിന്റെ ഇൻവേഴ്സ് എന്താണ്? x³. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻവെർട്ടിബിൾ ഫംഗ്ഷനുമായി ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി എന്ന ലാബ് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ എന്ത്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം ആ പോയിന്റിൽ. കൂടാതെ ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a f of x equal to f of a ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയാം. അപ്പൊ കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ എക്സാമ്പിൾ ചോദിക്കാം. കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ ചോദിക്കാം. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം സിഗ്നം ഫംഗ്ഷൻ ഇത് കണ്ടിന്യൂസ് ആണോ? അല്ല. നിങ്ങൾക്കറിയാം അല്ലെ? -1 when x less than 0, +1 when x greater than 0, 0 when x equal to 0. അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയുള്ള കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിംഗ്. ക്യാൻ യു ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ? അല്ലെ, ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാമോ? ചിന്തിക്കൂ, തീർച്ചയായിട്ടും ആൻസർ കിട്ടും. ഇതുപോലെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത. എല്ലാ ലാബിലെയും ക്വസ്റ്റ്യൻസ് തിയറി ക്വസ്റ്റ്യൻസ് വൈവയ്ക്ക് ചോദിക്കത്തില്ല. 1-2 ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. നെക്സ്റ്റ് മാക്സിമ ആൻഡ് മിനിമ പഠിപ്പിക്കുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്തെന്ന് ചോദിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്തെന്ന് ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ? ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാക്സിമ ആൻഡ് മിനിമ നിങ്ങൾ എക്സാമിനേഷന് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. നിങ്ങൾ ചെയ്യാത്ത ലാബിന്റെ ക്വസ്റ്റ്യൻസ് തിയറി ക്വസ്റ്റ്യൻസ് വൈവയ്ക്ക് ചോദിക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ലാബുമായി ബന്ധപ്പെട്ട തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ വൈവയ്ക്ക് ചോദിക്കത്തുള്ളൂ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ലാബ്. തീർച്ചയായും അവിടെ ഏരിയ അണ്ടർ സിമ്പിൾ കർവ് നിങ്ങൾക്കറിയാം. എക്സ് ആക്സിസ് ആയിട്ട് ബൗണ്ട് ചെയ്ത് വരുന്ന x = a x = b ആണെങ്കിൽ ഏരിയ കാണുന്ന ഫോർമുല ഇന്റഗ്രൽ a to b y dx. y ആക്സിസുമായി ബൗണ്ട് ചെയ്യുകയാണെങ്കിൽ a to d അല്ലെങ്കിൽ a to b എന്താണ് x dy. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ പ്രധാനമായും പഠിക്കാൻ സാധ്യത ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. അവിടെ ഒത്തിരി കാര്യങ്ങളൊന്നും എന്താണ് വൈവ ക്വസ്റ്റിന് ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിൽ ഫീസിബിൾ റീജിയൻ എന്താണ്, അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ചില കുട്ടികൾ വെക്ടേഴ്സ് പഠിക്കുന്നുണ്ടാവും. വെക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാം. യൂണിറ്റ് വെക്ടർ കാണുന്ന ഫോർമുല along the direction vector എന്താണ്? വെക്ടർ a by its magnitude അല്ലെ. അതേപോലെ എന്താണ് മാഗ്നിറ്റ്യൂഡ് 7 ആയിട്ടുള്ള ഒരു വെക്ടർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം?
അപ്പോൾ എ എന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 7 ആയിട്ടുള്ള ഒരു വെക്ടർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ എയുടെ യൂണിറ്റ് വെക്ടർ കാണുക എ ക്യാപ്, എന്നിട്ട് അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ ആശയം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെക്ടേഴ്സ് എന്ന ലാബ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാബുകളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നിങ്ങൾ തീർച്ചയായും ലാബ് ചെയ്യുമ്പോൾ അതിന്റെ തിയറി മനസ്സിലാക്കിയാണല്ലോ ലാബ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏത് ക്വസ്റ്റ്യൻസും തിയറി ബേസ്ഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ ഫുൾ മാർക്കൊന്നും നഷ്ടപ്പെടത്തില്ല. ഒന്ന് പറഞ്ഞില്ല എങ്കിൽ മറ്റൊന്ന് പറയുമല്ലോ, സ്വാഭാവികമാണല്ലോ. സോ തീർച്ചയായും ആകെ മൊത്തത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ ഈ 4 മാർക്കും ഒരു മിനിമം ലെവൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ 4 ഔട്ട് ഓഫ് 4 തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. സോ വൈവ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. വൈവ ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് ആ 4 മാർക്കും കിട്ടും. സോ 4 മാർക്കും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും എല്ലാ പ്രാക്ടിക്കൽസും മികച്ച രീതിയിൽ എഴുതി പ്രാക്ടിക്കൽ എക്സാമിനേഷന് പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന് 40 ഔട്ട് ഓഫ് 40 സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.